ഹലോ ഗൈസ്, എല്ലാവർക്കും എക്സ്ട്രീം ഫാൻറ്റം ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു അയൺ ഫാമാണ്. ഈ അയൺ ഫാം ഉണ്ടാക്കാൻ ഈസിയാണ്. ഇതിൽ നിന്ന് തന്നെ കയറും സ്ട്രിങ്ങും ഒപ്പിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ അയൺ ഫാം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 11 ബ്ലോക്ക് താഴത്തോട്ട് കുഴിച്ചിട്ടുള്ള ഒരു ഈ അയൺ ഫാമാണ്. വലുതായിട്ട് റിസോഴ്സസ് ഒന്നും കാര്യമൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് നമ്മുടെ AFK നിൽക്കാനായിട്ടൊരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 5x5 ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഗൈസ്. 1 2 3 4 5. അതന്നെ 2 3 4 5 2 നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ സാർ, അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 11 ബ്ലോക്ക് താഴത്തോട്ട് ഒഴിക്കണം കേസ്. അതായത് 1 2 3 4 5 6 7 8 9 10 11. ഇതുപോലെ ഇത് മൊത്തം നമുക്ക് കുഴിച്ചെടുക്കണം കേസ്. അപ്പം അത് കുഴിച്ചായിട്ട് കാണാം. സോ ഗൈസ്, അപ്പം നമ്മൾ 11 ബ്ലോക്ക് ഡീപ്പായിട്ട് ഇത് മൊത്തം കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും, അതായത് ഈ 2 സൈഡും ഇതുപോലെ തന്നെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബെഡ് എടുത്തിട്ട് ഇതിൻ്റെ മേളിലായിട്ട് പ്ലേസ് ചെയ്യുക. ഇവിടെ ബെഡ് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഈ ബെഡുമ്പോൾ നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പൊട്ടിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ബ്ലോക്കും കൂടി കുഴിച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ച 2 ബ്ലോക്കും കൂടി പൊട്ടിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ബെഡ് എയറിൽ നിൽക്കണ പോലെ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബെഡ് കൂടി പ്ലേസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഇത് മൊത്തം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം നമ്മൾ മൊത്തം ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏതാണ്ട് 20 ബെഡ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ നൈസായിട്ടാണ് മൂടിക്കളയണം. എന്നിട്ട് ഈ ഒരു ബെഡിൻ്റെ തൊട്ട് മേളിലത്തെ ബ്ലോക്ക്, അതായത് ഒരു ബ്ലോക്ക് മേളിൽ നമുക്ക് ഇതുപോലെ ബ്ലോക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെക്സിങ് ടേബിൾ നമുക്കൊരു 20 എണ്ണം വേണം. ടോട്ടൽ നമ്മൾ ബെഡ് 20 എണ്ണം വെച്ചിട്ടുണ്ട്. 20 വില്ലേജസും വേണം. അതിനാണ് നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് സ്റ്റേഷൻ ഇട്ടാണ് നമ്മൾ 20 ഫ്ലെക്സിങ് ടേബിൾ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഹോൾഡ് എടുക്കുക. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മൊത്തം ഫ്ലെക്സിങ് ടേബിൾ വെക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മൊത്തം ഫ്ലെക്സിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ടോർച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സോംബീസ് സ്പോൺ ആവും. നമ്മൾ 4 സൈഡിലും 4 ടോർച്ചാണ് വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 20 വില്ലേജസിന് വേണം ഗൈസ്. പിന്നെ ഗൈസ്, കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രീൻ കോട്ടില്ലേ,
ഇവൻ അങ്ങനെ സ്പോൺ ആയിക്കഴിഞ്ഞാൽ ഇവനെ നമ്മൾ കൊന്നോളാം ഗൈസ്. അത് ഇവൻ ഉണ്ടെങ്കിൽ ഫാം വർക്കാവില്ല. അപ്പോൾ നമുക്ക് 20 വില്ലേജസിനെ ഒപ്പിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ 20 വില്ലേജസിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലൊരു ഒരു ലെയറിങ്ങിൻ്റെ ബ്ലോക്ക് വെക്കാം. അവസാനത്തെ ബ്ലോക്കും വെച്ച് അതിൻ്റെ മേളിൽ ഒരു ലെയർ ബ്ലോക്കും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഒരു 1 2 3 4 5 ഇതുപോലെ ബ്ലോക്ക് ചെറുതായിട്ടൊരു റൂം പോലെ സെറ്റ് ചെയ്യുക. ഇപ്പം തന്നെ ഇവിടെ ക്യാറ്റൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബ്ലോക്ക് മാറ്റുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റൂം പോലെ സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോപ്പർ എടുക്കുക. പിന്നെ ഒരു ചെസ്റ്റും വേണം. ഫസ്റ്റ് തന്നെ ഒരു ഡബിൾ ചെസ്റ്റ് സെറ്റ് ചെയ്യുക. അതായത് 2 ചെസ്റ്റ് കൂടി ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ട് ഒരു ഹോപ്പർ ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനി നമുക്ക് 2 ബട്ടൺ നമുക്ക് വേണം. പിന്നെ ഒരു ഗ്ലാസ് പെയിൻ എടുത്തിട്ട് ഇവിടെ ക്രൗച്ച് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പെയിൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഇട്ട് ഒരു 2 ബട്ടൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ലാവ ഒഴിക്കാം. ഇപ്പോൾ ആ ലാവ അവിടെ നിന്നോളും. അപ്പം നേരത്തെ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചെസ്റ്റ് അപ്പുറത്താണ് വെച്ചത്, ശരിക്കും ഇവിടെ വെക്കേണ്ട ചെസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലാവയും സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും ക്യാറ്റൊക്കെ സ്പോൺ ആവുന്നത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയൺ ഗോളംസ് ഒക്കെ സ്പോൺ ആവുന്നത് കാണാനായിട്ട് പറ്റും. അതിക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തായിട്ട് എന്തെങ്കിലും ഒരു ഫെൻസ് പോലെ എന്തെങ്കിലും കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ മോബ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് സ്പോണായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഫെൻസിങ്ങുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി ഇവിടുന്ന് പുറത്തോട്ടിറങ്ങാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെയർ നമുക്ക് സെറ്റ് ചെയ്യാം. സോ നമ്മൾ പാത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നൈറ്റായി. പിന്നെ പാത്തം സെറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ഫെൻസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോൺ വാളും ഉണ്ട്. സോംബി എന്താ ഇവിടെ കിടന്ന് കറങ്ങണത്? അപ്പം നമുക്കൊരു കുറച്ച് നേരം ഒന്ന് AFK എന്നിട്ട് നോക്കാം. സാധാരണ ഇതിൽ ഞാൻ സർവൈവൽ സീരീസിൽ ഉണ്ടാക്കിയപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറൊക്കെ AFK നിന്ന് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 3 സ്റ്റാക്ക് 4 സ്റ്റാക്ക് വീതം നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. നമുക്കൊരു കുറച്ച് നേരം AFK നിന്നിട്ട് നമുക്ക് നോക്കാം. സോ ഗൈസ്, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൂം ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ സ്ലാബ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ക്യാറ്റും പിന്നെ അയൺകോളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്പോണാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മൾക്ക് ഫാമിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ആ ചെസ്റ്റ് തുറന്ന് നോക്കാൻ പോവാണ്. ഞാൻ ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം AFK നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ചെസ്റ്റൊക്കെ തുറന്ന് നോക്കാം. നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ആകൃതി കുറച്ചൊക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ നമുക്കിത് നോക്കി നോക്കാം ഗൈസ്. സോറി, ഇവിടെ അല്ല. ഇപ്പോൾ 1 2 3 സ്റ്റാക്ക് 38 അയണുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന് സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് കിട്ടുന്നുണ്ട്.
ഇതിലിപ്പോൾ ഒരു സ്റ്റാക്ക് ഉണ്ടായ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അയൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റോ അയൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ ഒരുക്കാനായിട്ട് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ വീഡിയോ നമുക്ക് ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം.